യഥാർത്ഥത്തിൽ ഇന്നത്തെ പ്രഭാതം 7:45 ഇറ്റാലിയൻ സമയം, ഭാരതത്തില് ഇന്ത്യൻ സമയത്ത് 11 മണിക്ക് ശേഷം ഈ ഒരു വാർത്ത അറിഞ്ഞപ്പോൾ നമ്മളേവരും ഒരിക്കലും ഈ ഒരു വാർത്ത പ്രതീക്ഷിച്ചില്ല. കാരശ്ശേരി ഫ്രാൻസിസ് പാപ്പ ജമല്ലി ആശുപത്രിയിൽ നിന്ന് ആ ദിവസങ്ങളിൽ ഒത്തിരിയേറെ ക്ലേശങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴും ലോകം മുഴുവൻ ഫ്രാൻസിസ് പാപ്പയുടെ ആരോഗ്യത്തിനു വേണ്ടി തിരിച്ചു വന്ന് വീണ്ടും ഈ അജപാലന ശുശ്രൂഷ നേതൃത്വം മുന്നോട്ട് പോകും എന്നുള്ള പ്രത്യാശയിലായിരുന്ന ആ പ്രതീക്ഷയിൽ നിന്ന് പെട്ടെന്നാണ് ഒരു മാറ്റം വന്നത്. ഇന്ന് പ്രഭാതത്തിൽ തൻ്റെ നിത്യതയിലേക്കുള്ള യാത്ര, ഈ ലോകത്തുള്ള തൻ്റെ ദൗത്യമെല്ലാം പൂർത്തീകരിച്ച് കടന്നു പോകുന്നു എന്നുള്ള വാർത്ത നമ്മൾ കേട്ടത്. ദൈവം നിശ്ചയിച്ച സമയം ഇത് തന്നെയായിരിക്കണം. ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ദൈവം എന്തൊരു ദൗത്യം ഫ്രാൻസിസ് പാപ്പയെ ഏൽപ്പിച്ചുവോ അത് ഈ കാലഘട്ടത്തിന് യോജിച്ച വിധത്തിൽ സഭയ്ക്ക് ഏറ്റവും അനുയോജ്യമായ തരത്തിൽ ഫ്രാൻസിസ് പാപ്പ നയിച്ചു. അങ്ങനെ ദൈവം ഏൽപ്പിച്ച ആ ദൗത്യം കൃത്യമായി നിർവഹിച്ചു. ഞാൻ നല്ല ഓട്ടം ഓടി, ഞാൻ ഇനി ഇതാ സമ്മാനത്തിന് വേണ്ടി പോകുന്നു എന്നുള്ള ആ ഒരു ചാരിതാർത്ഥ്യത്തോടു കൂടെയാണ് ഫ്രാൻസിസ് പാപ്പ പോയത്. ദൈവം എങ്ങനെയാണ് പദ്ധതി ഒരുക്കുന്നത് ഓരോ കാര്യത്തിലും. വലിയ ആഴ്ച, അതിനുശേഷം നിശബ്ദതയുടെ ആ മൗനത്തിൻ്റെ ശനി, ഉത്ഥാനത്തിൻ്റെ വലിയ പ്രതീക്ഷയുടെ ആ ഞായർ ആഘോഷിച്ച് അന്ന് ഉച്ചക്ക് പോലും ഫ്രാൻസിസ് പാപ്പ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഒത്തിരി ആ സ്വരം പോലും പുറത്തെടുക്കാനായിട്ട് എങ്കിലും ഫ്രാൻസിസ് പാപ്പ സെന്റ് പീറ്റേഴ്സിൻ്റെ ആ ബസിലിക്കയുടെ ബാൽക്കണിയിൽ പോയി ബോന പാസ്ക്വാ തൂത്തി, എല്ലാവർക്കും ഉത്ഥാന തിരുനാളിൻ്റെ മംഗളങ്ങൾ, എന്നിട്ട് എല്ലാവരെയും ആശീർവദിച്ചു. അങ്ങനെ ആ അവസാന നിമിഷം പോലും കർമ്മനിരതനായും തൻ്റെ ദൗത്യ നിർവഹണത്തിൽ താല്പര്യമെടുത്തുകൊണ്ടും കഴിഞ്ഞ ആ പാപ്പ അടുത്ത പ്രഭാതത്തിൽ എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് വിജയശ്രീലാളിതനായി കടന്നു പോകുന്നു നിത്യസമ്മാനത്തിനായി. ഇത്രയും നല്ലൊരു മനുഷ്യൻ, ലോകത്തിൻ്റെ മുഴുവൻ പരമാചാര്യൻ, ലോകമെന്നും ഈ കാലഘട്ടത്തിൽ വളരെ അഭിമാനത്തോടുകൂടെ ആത്മനിർവൃതിയോടുകൂടെ നോക്കിക്കണ്ട ഒരു പരമാചാര്യൻ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഏവർക്കും ഒരു ദുഃഖമുണ്ട്, നൊമ്പരമുണ്ട്, ഒരു വിങ്ങലും ഒക്കെ നമ്മളുടെ ഹൃദയത്തിൽ അനുഭവിക്കുന്നു. പക്ഷെ എങ്കിലും ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഏൽപ്പിച്ച ദൗത്യമെല്ലാം വിശ്വസ്തയോടെ നിർവഹിച്ചു ഇതാ കടന്നു പോകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. യഥാർത്ഥത്തിൽ എത്രയോ വലിയ അനുഗ്രഹമായിരുന്നു ഈ ഒരു കാലഘട്ടം. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ, ജനങ്ങൾക്ക് യോജിച്ച ഇടയനെ ഞാൻ നൽകും. അത് തന്നെയായിരുന്നല്ലോ വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ ആ ഒരു പ്രബോധനത്തിൻ്റെ തലക്കെട്ട്, പാസ്തോരസ് ദാബോ വോബിസ്. അങ്ങനെ നിങ്ങൾക്ക് യോഗ്യനായ ഇടയനെ നൽകുമെന്ന് പറഞ്ഞ ആ ദൈവം, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം നമുക്ക് വേണ്ടി ഈ ഒരു കാലഘട്ടത്തിന് യോജിച്ച ഒരു ഇടയൻ, ഒരു മഹാ ഇടയനെ നമുക്ക് നൽകി. ആ തുടക്കം തന്നെ എത്രയോ ഹൃദയകാരിയാണ്. ഇന്ന് നമ്മൾ പല ടിവിയിലും ആ ആദ്യത്തെ ഫ്രാൻസിസ് പാപ്പയുടെ ആ അപ്പിയറൻസ്, ജനങ്ങളുടെ വേണ്ടി ആശീർവദിക്കുന്നതിന് മുൻപ് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ആശീർവദിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വിനീത ഹൃദയത്തോടുകൂടെ ഇങ്ങനെ ശിരസ് നമിച്ച് നിൽക്കുന്ന ആ ചിത്രം, അത് തന്നെയായിരുന്നു ഏറ്റവും ഫസ്റ്റ് ഷോട്ട് ജനങ്ങളുടെ മനസ്സിലേക്ക് ഈ ഒരു വ്യത്യസ്ത ആചാര ശുശ്രൂഷയുടെ, അജപാലന ശുശ്രൂഷ നേതൃത്വത്തിൻ്റെ ഒരു പുതിയ ശൈലി നൽകിക്കൊണ്ട് ഫ്രാൻസിസ് പാപ്പ തൻ്റെ ദൗത്യം തുടങ്ങിയത്. ഈ ഒരു കാലഘട്ടത്തിലാണ് മാനവിക സാഹോദര്യത്തിൻ്റെ കൂട്ടായ്മയുടെ, അത് ജാതി മത വർണ്ണവർഗ അതിർത്തി വരുമ്പോൾ അതീതമായി
മനുഷ്യരെന്ന നിലയ്ക്ക് പരസ്പരം സൂക്ഷിക്കേണ്ട കൂട്ടായ്മ, സമഭാവന, പരസ്പരം നൽകേണ്ട ആ ബഹുമാനം, ആദരവ്, അതെല്ലാം ഓർപ്പിച്ചുകൊണ്ടല്ലേ ഫ്രatelli tutti, സോദരർ സർവരുമെന്നുള്ള ആ സാമൂഹിക പ്രബോധനം നൽകിയത്. ഫ്രാൻസിസ് പാപ്പ UAE സന്ദർശിച്ചപ്പോൾ നമ്മൾ ഓർക്കണം, ഒരു വ്യത്യസ്തമായ സംസ്കാരവും ആചാര രീതികളും അനുഷ്ഠാനങ്ങളും നിലനിൽക്കുന്ന ഒരു രാഷ്ട്രത്തിൽ ചെല്ലുമ്പോൾ അവരന്ന് പബ്ലിക് ഹോളിഡേ കൊടുത്തു. ഫ്രാൻസിസ് പാപ്പയുടെ ആ ഓഡിയൻസിൽ, പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവർക്ക് വാഹന സൗകര്യം ഫ്രീ. എന്തൊരു വലിയ ബഹുമാനാദരവാണ് UAE ഗവൺമെന്റ് കത്തോലിക്ക സഭയുടെ പരമാചാര്യൻ എന്നതിനേക്കാൾ ഉപരിയായി മാനവ സമൂഹത്തിന്റെ നന്മയ്ക്കു വേണ്ടി, ഐക്യത്തിനു വേണ്ടി, സമഭാവനയ്ക്ക് വേണ്ടി, സാഹോദര്യത്തിനു വേണ്ടി സമർപ്പിതമായിട്ടുള്ള ഒരു ജീവിതത്തിന് കൊടുക്കുന്ന ആദരവ്. അതാണ് നാം അദ്ദേഹത്തിൻ്റെ ആ അവസരത്തിൽ കണ്ടത്. എന്നിട്ട് UAE അധികാരികൾ ഒരുമിച്ച് ഒരു ഡോക്യുമെന്റ് സൈൻ ചെയ്യുന്നു, ഒരുമിച്ച് നിൽക്കാൻ, സഹവർത്തിത്വത്തിന്റെ ഒരു പുതിയ ജീവിത ശൈലി ലോകത്തിൽ കൊണ്ടുവരാൻ. അവർ പിന്നീട് വത്തിക്കാനിലും അവരെ ക്ഷണിച്ചിരുന്നു. അവിടെ വെച്ചും ഇതിൻ്റെ അടുത്ത ഫോളോ അപ്പ് കാര്യങ്ങൾ ചെയ്തു. അതേപോലെ തന്നെ ചരിത്രം ഒരിക്കലും മറക്കാത്ത മറ്റൊരു പ്രബോധനമാണ് ലൗദാത്തോ സി, ദൈവമേ അങ്ങേക്ക് നന്ദി എന്നുള്ള ആ അടുത്ത സാമൂഹിക പ്രബോധനം. അതായത് നമ്മുടെ ഈ സൃഷ്ടപ്രപഞ്ചം നാം സംരക്ഷിക്കേണ്ടത് കൂട്ടുത്തരവാദിത്തമാണെന്ന്. ഇത് ടു പ്രൊട്ടക്ട് ദിസ് കോമൺ ഹോം നമ്മൾ അതിന് പ്രതിജ്ഞാബദ്ധരായിരിക്കണമെന്നാണ് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞത്. 10 വർഷമായി. ആ 10 വർഷം ആയിട്ടും ആവശ്യത്തിനുള്ള ഒരു സമർപ്പണവും പ്രതിജ്ഞാബദ്ധതയും ലോകരാഷ്ട്രങ്ങളിൽ നിന്നും നേതൃത്വത്തിൽ നിന്നും വരാത്തത് കൊണ്ടാണ് ആകുലതയോടുകൂടെ ഫ്രാൻസിസ് പാപ്പ ലൗദാത്തോ ദൈവം 2024 ഒക്ടോബർ മാസം 26-ാം തീയതിയാണെന്ന് എനിക്ക് തോന്നുന്നത് അത് പ്രൊമോഗേറ്റ് ചെയ്തത്, വീണ്ടും കൊടുത്തത് ലൗദാത്തോ ദൈവം. ഇത് രണ്ടും നമ്മുടെ ഈ സൃഷ്ടപ്രപഞ്ചം, നമുക്ക് ചുറ്റുമുള്ള ഈ ഹരിതാഭമായ ഈ പരിസ്ഥിതി, ഈ ഒരു അന്തരീക്ഷം നമുക്ക് അടുത്ത തലമുറയ്ക്ക് കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ കൈമാറണമെന്നുള്ള ഒരു ധാർമ്മിക ഉത്തരവാദിത്വമാണ്. അത് പൊതുസമൂഹത്തെ, കത്തോലിക്ക സഭയിലെ മാത്രമല്ല എല്ലാവർക്കും ആവശ്യമാണെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഫ്രാൻസിസ് പാപ്പ നൽകിയത്. യഥാർത്ഥത്തിൽ അവിടെയൊക്കെ നാം കാണുന്നത് ഈ ഒരു കാലഘട്ടത്തിന് യോജിച്ച ഒരു പ്രവാചക ശബ്ദം, അതാണ് നാം കാണുക. അത് നിലയ്ക്കില്ല. ഇന്ന് പ്രഭാതത്തോടുകൂടെ ആ പ്രവാചക ശബ്ദത്തിന്റെ പ്രതിധ്വനി ഇല്ലാതാവില്ല. അതിൻ്റെ എക്കോ, അതിൻ്റെ പ്രകമ്പനം സമൂഹത്തിലും സഭയിലും നിലനിൽക്കുമെന്നുള്ളതാണ് എൻ്റെ പ്രത്യാശ. അങ്ങനെ എനിക്ക് തോന്നിയത് ഫ്രാൻസിസ് പാപ്പ ഹീസ് നോട്ട് എ പോപ്പ് ഓഫ് ദ ഹിസ്റ്ററി. ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ചരിത്രത്തിൽ ജീവിച്ച് കടന്നുപോയൊരു പാപ്പ എന്നല്ല, ഒരു ചരിത്രം സൃഷ്ടിച്ച, ഹി ക്രിയേറ്റഡ് ഹിസ്റ്ററി എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ചരിത്രം സൃഷ്ടിച്ച, ചരിത്രത്തിൻ്റെ മുഖ്യധാരയിലേക്ക് പ്രവാചക ധീരതയോടുകൂടെ നിലപാടെടുത്ത, അതായത് അഭയാർത്ഥികളെയും കുടിയേറ്റക്കാരെയും എല്ലാം സ്വീകരിക്കണമെന്ന് എത്രയോ വിമർശനം ഫ്രാൻസിസ് പാപ്പയ്ക്ക് നേരിടേണ്ടി വന്നു. പക്ഷേ സ്വന്തം നാടും പരിചിത സാഹചര്യങ്ങളും ഉപേക്ഷിക്കാൻ നിർബന്ധിതരായവരെ കരുതലോടുകൂടെ സ്നേഹിക്കണം. അത് അവരുടെ മതമോ ജാതിയോ വർണ്ണമോ വർഗമോ ഭാഷയോ ഒന്നുമല്ല നോക്കേണ്ടത്. അതിനപ്പുറത്ത് ആ ഒരു മാനവികതയോടുകൂടെ സൂക്ഷിക്കണം, സ്വീകരിക്കണമെന്നാണ് ഫ്രാൻസിസ് പാപ്പ പഠിപ്പിച്ചതും. അതിനുവേണ്ടി ലാംപദൂസയിലേക്ക് യാത്ര ചെയ്തില്ലേ? ആ അഭയാർത്ഥികൾ കപ്പലപകടത്തിൽപ്പെട്ട് മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഒരു പിതാവിൻ്റെ പിതൃസഹജമായ ഒരു വ്യാകുലതയോടുകൂടെയാണ് ഫ്രാൻസിസ് പാപ്പ അവിടെ പോയിട്ടും ആ ഒരു വൃത്തകാര റീത്ത് ആ കടലിലേക്ക്, സമുദ്രത്തിലേക്ക് എറിഞ്ഞുകൊണ്ട് ആ നിത്യതയിലേക്ക് യാത്രയായ ആ അഭയാർത്ഥികളോടുകൂടെ, അവരോടുകൂടെ ആ ഹൃദയം ഐക്യമല്ലേ ഫ്രാൻസിസ് പാപ്പ കാണിച്ചത്. ഇതാണ് ഫ്രാൻസിസ് പാപ്പയുടെ നിലപാടിൻ്റെ വ്യത്യസ്തത എന്നെനിക്ക് തോന്നുന്നു. ഇത് ഈ കാലഘട്ടത്തിന് യോജിച്ച, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഗ്ലോബലൈസേഷൻ ഓഫ് ഇൻഡിഫറൻസ്,
നിസ്സംഗതയുടെ ഒരു ആഗോളവൽക്കരണം കൂടി വരുന്ന ഒരു കാലഘട്ടത്തിൽ ഫ്രാൻസിസ് പാപ്പ സഭയ്ക്കും പൊതുസമൂഹത്തിനുമായി തൻ്റെ ജീവിതം വഴി, ജീവിത ദർശനം വഴി സമ്മാനിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ സിനഡിൻ്റെ ആ 2 സെഷനിലും ഇന്ത്യയിലെ ലത്തീൻ ബിഷപ്സിൻ്റെ അവർ എന്നെ ദൈവ അനുഗ്രഹത്തിൽ എന്നെയും തിരഞ്ഞെടുത്തു. ആ 2023 ഒക്ടോബറിലും 2024 ഒക്ടോബറിലും ഈ ആഗോള സഭയുടെ കർദിനാൾമാരും ആർച്ച് ബിഷപ്പ്മാരും പിന്നെ അൽമായ പ്രതിനിധികളും സമർപ്പിതരുടെ പ്രതിനിധികളുമൊക്കെ ഒരുമിച്ച് വന്ന അവസരത്തിൽ ഞാനും ഉണ്ടായിരുന്നു. എനിക്ക് അതിശയം തോന്നിയത് ഇതാണ്. സിനഡ് ഓൺ സെൻട്രാലിറ്റി ഒരു ജീവിത ശൈലിയാകണമെന്ന് സഭയോട് ആവശ്യപ്പെടുമ്പോൾ അതിൻ്റെ നേതൃത്വവും അതിൻ്റെ ഒരു നല്ല പാഠവും തൻ്റെ തന്നെ ജീവിതത്തിൽ നിന്ന് കാണിച്ചു തരികയായിരുന്നു ഫ്രാൻസിസ് പാപ്പ. അതാണ് എനിക്ക് തോന്നിയത്. കാരണം മിക്കവാറും എല്ലാ സെഷനും അവിടെയുണ്ട്. നേരത്തെ വരും, ഒരു 10-15 മിനിറ്റിന് നേരത്തെ തന്നെ ഈ സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് വരും. ആർക്ക് വേണമെങ്കിലും പോയി കാണാം, ആർക്ക് വേണമെങ്കിലും പാപ്പയോട് പോയി സംസാരിക്കാം, എന്തെങ്കിലും പുസ്തകത്തിൽ ഒപ്പ് വേണമെങ്കിൽ അത് ചോദിക്കാം, എന്തെങ്കിലും ഒരു മെസ്സേജ് വേണമെങ്കിൽ അത് പറയാം. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ഈശോ സഭ വൈദികനാണ്. അച്ഛൻ്റെ അമ്മയ്ക്ക് 80 വയസ്സ് പ്രായമാകുന്ന ആ സമയത്ത് ഞങ്ങൾ ഒറ്റ ഗ്രൂപ്പിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഒരു സന്ദേശം കൊടുക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ വീഡിയോ കോൾ എടുത്തിട്ടും ആ അമ്മയ്ക്ക് അച്ഛൻ വിളിച്ചപ്പോൾ പാപ്പ സംസാരിച്ചു. 80 വയസ്സായിട്ടുള്ള ഒരു വൈദികന്റെ അമ്മയ്ക്ക് അതിനേക്കാൾ വലിയ പിറന്നാൾ സമ്മാനം എന്താണ് കൊടുക്കേണ്ടത്? ആ ഫാദർ ഡേവിഡിന് പിന്നീട് എൻ്റെ തൊട്ടടുത്തായിരുന്നു ഞങ്ങൾ സെഷനിൽ വെച്ചത്. ഹി വാസ് സോ ഹാപ്പി, ഡിലൈറ്റഡ്. ഇതല്ലേ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സന്തോഷത്തിന്റെ സമ്മാനം? ഫ്രാൻസിസ് പാപ്പയുടെ അജപാല ശുശ്രൂഷ നേതൃത്വത്തിന്റെ സമയത്ത് 3 വാക്കുകൾ ഈ കാലഘട്ടത്തിൽ സഭയ്ക്ക് മുഴുവനായിട്ട് നൽകി. അതായിരുന്നു ദർശനം എന്നെനിക്ക് തോന്നി. ആദ്യം കൊടുത്തത് ഇതാണ്: സന്തോഷം, ആനന്ദം. അതുകൊണ്ടല്ലേ കുടുംബങ്ങളുടെ ആ സിനഡിന്റെ സമാപന ഡോക്യുമെന്റിന്റെ പേര് അമോരിസ് ലെത്തീസി എന്നാണ്, സ്നേഹത്തിന്റെ സന്തോഷം. മറ്റൊന്ന് സുവിശേഷത്തിന്റെ ആനന്ദം, ഇവഞ്ചലി ഗൗദിയം, ദ ജോയ് ഓഫ് ദ ഗോസ്പൽ. അതിൻ്റെ ആദ്യ വാക്യം തന്നെ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നവരുടെ ഹൃദയങ്ങളിലും മുഴുജീവിതത്തിലും സുവിശേഷത്തിന്റെ ആനന്ദം കൊണ്ട് നിറയുന്നു. അവരുടെ യേശുവിൻ്റെ ആ രക്ഷ സ്വീകരിക്കുന്നവർക്ക് പാപം, ഏകാന്തത, ആന്തരിക ശൂന്യത എന്നിവയിൽ നിന്ന് വിമുക്തരാക്കപ്പെടുന്നു. ഈ ആനന്ദം ആണ് സഭയ്ക്ക് ഫ്രാൻസിസ് പാപ്പ നൽകിയത്. രണ്ടാമത്തെ വാക്കാണ് കാരുണ്യം, കമ്പാഷൻ. കാരുണ്യത്തിന്റെ വർഷം പ്രഖ്യാപിച്ചില്ലേ? ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ വന്നത്. അതിന്റെ തുടക്കത്തിലും അവസാനത്തിലും കൊടുത്ത ആ 2 ഡോക്യുമെന്റും, മിസെരിക്കോർഡിയ വോൾട്ടൂസ്, കാരുണ്യത്തിന്റെ മുഖം, അതും അവസാനം നൽകിയത് കാരുണ്യവും കാരുണ്യാർഹയും, മിസെരിക്കോർഡിയത്ത് എത്തും മീസര. ഇത് രണ്ടും പറയുന്നത് കാരുണ്യത്തിന്റെ ഒരു പുതിയ ഇതാണ്. അതേപോലെ തന്നെ ഈ ജൂബിലിയുടെ അവസരത്തിൽ നൽകിയത് പ്രത്യാശയുടെ തീർത്ഥാടകർ എന്നുള്ളതാണ്, ഹോപ്പ്. അങ്ങനെ ഈ 3 വാക്കുകൾ യഥാർത്ഥത്തിൽ 3ഉം സഭയുടെ ഒരു ജീവിത ശൈലിയാകണം: ആനന്ദം, കാരുണ്യം, പ്രത്യാശ. ഞാൻ ആ ഫ്രാൻസിസ് പാപ്പയുടെ ഈ ബയോഗ്രഫി ഈ ദിവസങ്ങളിൽ യാത്രയിലുമൊക്കെ വായിക്കായിരുന്നു. ഹോപ്പ്, ഇതാണ് അവസാന, ദ ലാസ്റ്റ് ടെസ്റ്റമെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. തൻ്റെ ജീവിതത്തിന്റെ അവസാനത്തെ ആ ജീവിതത്തിന്റെ മുഴുവൻ സന്ദേശം ആണ് ഹോപ്പ്, ദി ഓട്ടോഗ്രാഫി വിവരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഈ 2025 ഏപ്രിൽ മാസം ഈ തിങ്കളാഴ്ച 7:45 തീർന്നില്ല. ഇതിൻ്റെ പ്രതിധ്വനി സഭയിലും സമൂഹത്തിലും എന്നും നിലനിൽക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പാപ്പ തീർച്ചയായിട്ടും ദൈവം നിശ്ചയിച്ച ഈ നിമിഷം കടന്നുപോയി, നിത്യസമ്മാനത്തിന് യാത്രയായി. പക്ഷേ ഇതോടുകൂടെ ആ പാപ്പയുടെ ചരിത്രം സൃഷ്ടിച്ച, ചരിത്രം തീർത്ത ഫ്രാൻസിസ് പാപ്പയുടെ ആ കോൺട്രിബ്യൂഷൻ, ആ വലിയ ദൗത്യത്തിൻ്റെ അനുരണനങ്ങൾ സമൂഹത്തിലും സഭയിലും എന്ന് നിലനിൽക്കും. മറ്റുള്ളവരെ ശ്രവിക്കാൻ സിനഡാലിറ്റി. കാരണം ഒരുമിച്ചാണ് സഭ യാത്ര ചെയ്യേണ്ടത്. അവിടെ നമുക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളും വ്യത്യസ്തമായ ആഭിമുഖ്യങ്ങളും ദർശനങ്ങളും
ചരിത്രത്തിൻ്റെ വലിയ പൈതൃകമൊക്കെ പറയാമെങ്കിൽ പോലും നമ്മൾ കൊടുക്കേണ്ടത് ഈ കൂട്ടായ്മയുടെ സന്ദേശമാണ്. പരസ്പരം ശ്രവിച്ചുകൊണ്ട് സഭ ഒരുമിച്ച് യാത്ര ചെയ്യേണ്ടതാണ്. അതാണ് സിനഡാലിറ്റി. ഫ്രാൻസിസ് പാപ്പ ഈ അതിൻ്റെ സിനഡിൻ്റെ അവസാനത്തെ ദ ഫൈനൽ ഡോക്യുമെന്റ് നൽകിക്കൊണ്ട് പോയത്. ഇത് ഒരു ലെഗസിയാണ്, ഒരു പൈതൃകമാണ്. ധന്യമായ ഒരു പൈതൃകം സഭയ്ക്ക് നൽകിക്കൊണ്ട് ഫ്രാൻസിസ് പാപ്പ കടന്നു പോകുന്നു തൻ്റെ ദൗത്യം പൂർത്തിയാക്കിയിട്ട് നിത്യസമ്മാനത്തിനായിട്ട്. പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആ പാപ്പയെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഇത്രയും നല്ല ഒരു ഇടയനെ ആഗോള കത്തോലിക്ക സഭയ്ക്ക് മാത്രമല്ല ലോകത്തിൻ്റെ പരമ ആചാര്യനായിട്ട് അജപാലന ശുശ്രൂഷ നേതൃത്വത്തിൽ നൽകിയതിന് ദൈവമേ അങ്ങേക്ക് നന്ദി എന്ന് പറയാമെന്നാണ് എനിക്ക് തോന്നണേ. പാപ്പ നിത്യതയിൽ നിത്യവിശ്രാന്തിയിൽ ആനന്ദിക്കട്ടെ. മാലാഖമാരോടും വിശുദ്ധരോടുമൊപ്പം ആ സമ്മാനത്തിന് കടന്നു പോകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന, ആശംസ. തീർച്ചയായിട്ടും പിതാവ് പറഞ്ഞതുപോലെ തന്നെ മാർപ്പാപ്പ ഒരുപാട് നിലപാടുകൾ, അതായത് അഭയാർത്ഥികൾക്ക് വേണ്ടി, കുടിയേറ്റക്കാർക്ക് വേണ്ടി നിലപാട് ശക്തമായി എടുത്തിരുന്നു. എനിക്ക് തോന്നുന്നു മരണത്തിന് തലേ ദിവസം അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയതിൽ അദ്ദേഹം ആവശ്യപ്പെട്ടതും ഈ ഒരു കുടിയേറ്റക്കാരോടുള്ള മനോഭാവമാണ്. അമേരിക്കയുടെ ട്രംപിൻ്റെ മനോഭാവത്തിൽ അദ്ദേഹം സംസാരിച്ചു എന്നുള്ള വാർത്തകൾ നമുക്ക് കാണാൻ സാധിച്ചു. മരണത്തിന് തൊട്ട് മുമ്പ് വരെ അദ്ദേഹത്തെ തെരഞ്ഞെടുത്ത ആദ്യ ദിവസം തന്നെ അദ്ദേഹം പറഞ്ഞത് കുടിയേറ്റക്കാർക്കും പാർശ്വവൽക്കപ്പെട്ടവർക്കൊപ്പം സഭ നിൽക്കണമെന്നാണ്. മരണത്തിന് തൊട്ട് മുമ്പും അദ്ദേഹം ആവശ്യപ്പെട്ടത് ഈ ഒരു വിഷയമാണ്. കുടിയേറ്റക്കാർക്കൊപ്പം, പാവപ്പെട്ടവരോടൊപ്പം, അല്ലെങ്കിൽ JD വാൻസുമായി അദ്ദേഹം ആ ഒരു വിഷയം ചർച്ച ചെയ്തു. അദ്ദേഹത്തിൻ്റെ നിലപാടിൽ ഒന്നിലും ഒരു മാറ്റം വന്നിട്ടില്ല. ആദ്യം എങ്ങനെയായിരുന്നു ആ നിലപാടിൽ തന്നെ അവസാനം വരെ അദ്ദേഹം തുടരുന്നു അല്ലേ? നിലപാടുകൾക്ക് മാറ്റം വരുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, തൻ്റെ ദർശനങ്ങളിൽ ഒരിക്കലും വെള്ളം ചേർക്കാനും എതിർപ്പുകളുണ്ടായി, വിമർശനങ്ങളുണ്ടായി. അത് സഭയുടെ അകത്തു നിന്ന് മാത്രമല്ല പുറത്തുനിന്നും ഉണ്ടായെങ്കിൽ പോലും ഈ അമേരിക്കൻ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പറഞ്ഞത് ഇതാണ്: പാലം പണിയുന്നവനാണ് ക്രൈസ്തവർ, അല്ലാതെ മതിലുകൾ തീർക്കുന്നവരല്ല എന്നാ പറഞ്ഞത്. ബിൽഡ് ബ്രിഡ്ജസ് ആൻഡ് നോട്ട് വാൾസ്. അതാണ് ഫ്രാൻസിസ് പാപ്പ. കാരണം തൻ്റെ വാക്കുകളിലൊന്നും ഇങ്ങനെ വെള്ളം ചേർക്കാനോ അല്ലെങ്കിൽ അത് ഒരു ഡിപ്ലോമസിയുടെ പേരിൽ കുറക്കാനോ ഒന്നും നോക്കിയില്ല. യഥാർത്ഥത്തിൽ ഫ്രാൻസിസ് പാപ്പയുടെ നിലപാട് ഏറ്റവും അവസാനത്തെ ജമല്ലി ആശുപത്രിയിൽ നിന്ന് തിരിച്ചു വന്നു. സാധാരണഗതിയിൽ ഇങ്ങനെ വിശ്രമിക്കേണ്ട അവസരത്തിൽ വീൽ ചെയറിലായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സംസാരിക്കാനും ശ്വസിക്കാൻ പോലും പ്രയാസപ്പെടുന്ന, ക്ലേശിക്കുന്ന ദിവസങ്ങളിൽ ആരെങ്കിലും ഒരു യാത്ര ചെയ്യുമോ? അതൊരു ജയിലിലേക്ക്. അവിടെ ചെന്നത് എന്തിനാണ്? തൻ്റെ ജീവിതത്തിൻ്റെ സന്ദേശം കൊടുക്കാൻ. അതായത് എല്ലാവരാലും അവഗണിക്കപ്പെട്ട, പലരും മറന്നു പോകുന്ന തടവുകാരുടെ കൂടെ ആയിരുന്നുകൊണ്ട് ആ സ്നേഹത്തിൻ്റെ സന്ദേശം കൊടുക്കാൻ, സുവിശേഷത്തിൻ്റെ ആനന്ദം, ഉദ്ധാനത്തിൻ്റെ ആ പ്രതീക്ഷ അവർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയല്ലേ പോയത്. ആ പെസഹ വ്യാഴാഴ്ച എന്തുകൊണ്ട് തൻ്റെ വത്തിക്കാനിൽ നിന്ന് സെയിൻറ്റ് കാസ സാങ്ത മാർത്ത എന്ന് പുറത്തേക്കുള്ള അവസാന യാത്ര, തീർച്ചയായിട്ടും സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പോയിരുന്നു. എങ്കിലും വത്തിക്കാന്റെ അതിർത്തിയിൽ നിന്ന് റെജീന ചേളി ജയിലിലേക്ക് പോകാൻ കാരണം തൻ്റെ ജീവിതത്തിലെ നിലപാടും സന്ദേശവും ഒരിക്കൽ കൂടെ ലോകത്തിന് മുൻപിൽ ഉറക്കെ പ്രഖ്യാപിക്കുകയായിരുന്നു, കാണിച്ചു കൊടുക്കുകയായിരുന്നു. അതെന്ത് ക്ലേശം, രോഗമോ എതിർപ്പോ വിമർശനമോ, പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ ക്രിസ്തുവിൻ്റെ ആ സ്നേഹത്തിൽ നിന്ന് ഒന്നും തന്നെ അകറ്റുന്നില്ല. തൻ്റെ രോഗം, വാർദ്ധക്യം, ക്ലേശം, ശാരീരിക ബുദ്ധിമുട്ട്, ഇതൊന്നും തനിക്ക് തന്നെ അതിൽ നിന്ന് എടുത്തു മാറ്റുന്നില്ല എന്നുള്ളതിൻ്റെ സജീവമായ ക്രിസ്തു സാക്ഷ്യമാണ് ഫ്രാൻസിസ് പാപ്പ അവസാന നിമിഷം വരെ നൽകിയത്. ആ സാക്ഷ്യം സഭാതനയർക്ക് വലിയ ഒരു പാഠമാണ്, മാതൃകയാണ്, വെല്ലുവിളിയാണ് എന്നാണ് എനിക്ക് തോന്നണേ. ഇത് നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ ധന്യ ജീവിതം എന്നും നമ്മുടെ ഹൃദയത്തിൽ ഒരു സ്വാധീനം ചെലുത്തും.
പിതാവ് കേൾക്കാമോ? കേൾക്കുന്നില്ല. ഓക്കെ. ഇപ്പൊ പിതാവെ, കേൾക്കാം. അവസാനമായിട്ട് ഒരു ചോദ്യം എന്നുള്ളത്, പിതാവ് പലവട്ടം റോമിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ട്. പിതാവുമായുള്ള ഒരു പേഴ്സണൽ ആ ഒരു മാർപ്പാപ്പയുമായുള്ള പേഴ്സണൽ സംസാരത്തിലും അല്ലെങ്കിൽ ഇടപെടലിലും എല്ലാം പിതാവിന് ഓർത്ത് പറയാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? എനിക്ക് ഏറ്റവും കൂടുതൽ ഹൃദയസ്പർശിയായിട്ട് തോന്നിയത്, എനിക്ക് ഇവിടെ ഇന്ത്യയിലെ ജീസസ് യൂത്തിന്റെ ഉത്തരവാദിത്വമുണ്ട്. അപ്പൊ ജീസസ് യൂത്തിലെ അതിന്റെ ദേശീയ നേതൃത്വത്തിലെ അംഗങ്ങൾ പറഞ്ഞു, ഫ്രാൻസിസ് പാപ്പയുടെ അടുത്തുനിന്ന് ഒരു വീഡിയോ സന്ദേശം ബാംഗ്ലൂർ 2023 ഒക്ടോബറിൽ നടന്ന ആ ജാഗോ കോൺഫറൻസിന് 17,000 യൂത്ത് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും ഒരുമിച്ച് ചേർന്ന എന്ന ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു യുവജന സംഗമമായിരുന്നു ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വെച്ച്. അവർക്ക് വേണ്ടി ഒരു വീഡിയോ ഫ്രാൻസിസ് പാപ്പയുടെ അടുത്ത് നിന്ന് മേടിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ എല്ലാ കർദിനാൾമാരുടെയും കത്ത് ഉൾപ്പെടെ വത്തിക്കാൻ നൻഷിയേച്ചർ വഴി ഒരു 4-5 മാസത്തിന് മുമ്പ് അയച്ചിരുന്നു. അവിടെ നിന്ന് നല്ലൊരു സന്ദേശം സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിൽ നിന്ന് കാർഡിനൽ പരോളിൻ്റെ കിട്ടിയിരുന്നു, മനോഹരമായ സന്ദേശം. എങ്കിലും ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ടെങ്കിൽ എത്ര നന്നായിരിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഈ ഫ്രാൻസിസ് പാപ്പയെ ഞാൻ വ്യക്തിപരമായിട്ട് ആ സിനഡിന്റെ ദിവസങ്ങളിൽ സമീപിച്ചത്. ഫ്രാൻസിസ് പാപ്പയോട് പറഞ്ഞു, സ്വസാങ്ക്തിത്ത ഇങ്ങനെ ഒരു മെസ്സേജ് ഈ യൂത്തിന് തരണം എന്ന് പറഞ്ഞപ്പോൾ, ഒബേനെ ശരി എന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ നോക്കി പറഞ്ഞു. എന്നോട് ചോദിച്ചു, കേക്കോ സദ്യവോ ധീരെ, എന്താണ് ഞാൻ പറയേണ്ടത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, പാപ്പ അങ്ങ് ഇഷ്ടമുള്ള പോലെ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ശരി എന്ന് പറഞ്ഞിട്ട്, അപ്പം ഞാൻ 2 പേരെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കാനും റെക്കോർഡ് ചെയ്യാനായിട്ട്. ഉടനെ തന്നെ അദ്ദേഹം മനോഹരമായിട്ടുള്ള ഒരു സന്ദേശം ഭാരതത്തിലെ ജീസസ് യൂത്തിൻ്റെ ഒരുമിച്ച് വന്ന ജാഗോ കോൺഫറൻസിൽ വന്ന യുവജനങ്ങൾക്ക് വേണ്ടി നൽകി. അത് ഹർഷാരവത്തോടുകൂടെ സന്തോഷത്തോടുകൂടിയാണ് യുവജനം സ്വീകരിച്ചത്. എന്തൊരു ലാളിത്യം, എന്തൊരു എളിമയോട് ആർക്ക് വേണമെങ്കിലും സമീപിക്കാവുന്ന ഒരു അധികാരത്തിൻ്റെ ആ സ്നേഹഭാവം, ഒരു പിതൃ വാത്സല്യം, ഇതൊക്കെയാണ് ഇതൊന്നും നമുക്ക് മറക്കാൻ പറ്റില്ല. ഫ്രാൻസിസ് പാപ്പയുടെ ആ ഒരു ലാളിത്യത്തോടു കൂടെയുള്ള ഇടപെടലും പിന്നെ സംലഭ്യത, അവൈലബിലിറ്റി, അതുപോലെ തന്നെ യുവജനങ്ങളോടൊപ്പവും ഒക്കെയുള്ള സഹഗമനം, അഭയാർത്ഥികളോടുള്ള കരുതൽ, എല്ലാവിധത്തിലും പാർശ്വവൽക്കരിക്കപ്പെട്ടുള്ള ആ ഒരു ഹൃദയം തുറക്കൽ. അതുകൊണ്ടല്ലേ ഈ ജയിലിലൊക്കെ പോയി വീണ്ടും കാണുന്നതൊക്കെ. സഹനത്തിൻ്റെ അവസരത്തിലും തൻ്റെ ദൗത്യം പൂർത്തീകരിച്ചു. വേണമെങ്കിൽ പാപ്പയ്ക്ക് സുഖമില്ല, അതുകൊണ്ട് ഉയർപ്പ് തിരുനാളിൻ്റെ ആ അവസരത്തിൽ എത്താൻ പറ്റില്ല എന്ന് വേണമെങ്കിൽ അനൗൺസ് ചെയ്യാം. പക്ഷെ ഫ്രാൻസിസ് പാപ്പ അവിടെ എത്തി. ഉദ്ധാന തിരുനാളിൻ്റെ ആ ഉച്ച സമയത്തുള്ള ആശീർവദിക്കാൻ, ബോന പാസ്ക്വ തൂത്തി, എല്ലാവർക്കും ഉദ്ധാന തിരുനാളിൻ്റെ മംഗളങ്ങൾ എന്ന് പറയുകയും അവർക്ക് ആശീർവദിച്ചും. ക്ലേശമുണ്ടായിരുന്നു ആ സ്വരം പുറത്തേക്ക് വരാൻ. പക്ഷേ അതൊന്നും ആ അജപാലന ശുശ്രൂഷ നേതൃത്വത്തിന് വിഘാതമായില്ല. കാരണം തൻ്റെ ശുശ്രൂഷ ക്രിസ്തുവിൻ്റെതാണെന്നും ക്രിസ്തുവിൻ്റെ ആ സേവനമാണ് തൻ്റെ ജീവിതത്തിൽ വേണ്ടതെന്നുമൊക്കെ ഫ്രാൻസിസ് പാപ്പ, പ്രത്യേകിച്ച് ഈ നേതൃത്വത്തിലിരിക്കുന്നവരോട് എനിക്ക് അതൊരു വലിയ പാഠമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ദൈവം ഫ്രാൻസിസ് പാപ്പയെ അങ്ങനെ നിത്യ സമ്മാനത്തിന് അർഹനാക്കിയിരിക്കുന്നു. നമുക്കുറപ്പുണ്ട്. പ്രത്യാശയോടുകൂടെ പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. താങ്ക് യു പിതാവേ. ഇത്ര നേരം ഫ്രാൻസിസ് മാർപ്പാപ്പയുമായുള്ള അച്ഛൻ്റെ പിതാവിൻ്റെ ഓർമ്മകൾ പങ്കുവച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു. കണ്ണൂർ രൂപത അധ്യക്ഷൻ ബിഷപ്പ് അലക്സ് വടക്കുംതല പിതാവാണ് ഇപ്പോൾ നമ്മളോടൊപ്പം. അദ്ദേഹം പങ്കുവച്ചത് ഫ്രാൻസിസ് മാർപ്പാപ്പയുമായുള്ള ഓർമ്മകൾ, അദ്ദേഹത്തിൻ്റെ ധീര നിലപാടുകൾ, അദ്ദേഹത്തിൻ്റെ ദർശനങ്ങളിൽ ഒരിക്കലും വെള്ളം ചേർത്തിട്ടില്ല. എത്രയൊക്കെ വിമർശനങ്ങളുണ്ടായാലും, എത്രയൊക്കെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, മരണം അവസാനം വരെ അദ്ദേഹം തൻ്റെ നിലപാടിലോ ദർശനങ്ങളിലോ വെള്ളം ചേർക്കാത്ത ഒരു മാർപ്പാപ്പ എന്നായിരുന്നു പിതാവ് നമ്മളോട് മാർപ്പാപ്പയെക്കുറിച്ച് പങ്കുവച്ചത്.